ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിൽ തീരുമാനം വൈകുന്നതിൽ UDF-ൽ അതൃപ്തി പുകയുന്നുണ്ട്. സർക്കാർ അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോഴും വീതം വെപ്പ് ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. ചർച്ചകൾ ആരംഭിക്കാത്തതിൽ മുസ്ലിം ലീഗിനും കടുത്ത അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് UDF-ലെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു, ശക്തമായ അതൃപ്തിയാണ് ഉള്ളത്, അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വാർത്തയാണ് ഈ ബോർഡ് കോർപ്പറേഷൻ വീതം വെപ്പ് പൂർത്തിയായിട്ടില്ല. നമ്മൾ കണ്ടതാണ് ഈ ചലച്ചിത്ര അക്കാദമി അല്ലെങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്കും ആളുകളെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിലുള്ള ഒരു ഏകോപനമോ അത്തരത്തിലുള്ള ഒരു ചർച്ചയോ വീതം വെപ്പോ ഒന്നും നടന്നിട്ടില്ല. അക്കാര്യത്തിൽ UDF-ൽ എന്താണ് ഇനി തുടർ നീക്കം? എന്താണ്? തർക്കങ്ങൾ നിലനിൽക്കുകയാണോ? എന്താണ് പ്രശ്നം? വിനോദരാഖി, ഈ സർക്കാർ അധികാരത്തിലേറി 2 മാസം പിന്നിടുകയാണ്. ഈ കോർപ്പറേഷൻ ബോർഡ് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നും തന്നെ നിയമനം നടക്കാത്തതാണ് ഇപ്പോൾ ഭിന്നസ്വരം ഉയരുവാൻ കാരണമായിരിക്കുന്നതെന്നുള്ളതാണ്. KSRTC, KFC, KSRTC, അതുപോലെ തന്നെ KTDC, അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ സാംസ്കാരിക വിനോദ സ്ഥാപനങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ബോർഡ് ചെയർമാനെയും വൈസ് ചെയർമാനെയും ഭരണ അംഗങ്ങളെയും ഒക്കെ നിയമിക്കേണ്ടതുണ്ട്. പക്ഷേ ചർച്ചകൾ പുരോഗമിക്കുന്നതല്ലാതെ അന്തിമമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗും ഇതിലെ ചില ബോർഡുകളിൽ കണ്ണുവച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണപരിഷ്കാര കമ്മീഷനിലേക്കാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ കണ്ണുള്ളത്. അതിനുള്ള നീക്കങ്ങൾ ഇരു കൂട്ടരും നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗിന്റെ ആവശ്യം ഒരു പരിധിവരെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് സമ്മതിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുന്നതാണ് ഇപ്പോഴത്തെ ഭിന്നസ്വരങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിനെ സഹായിച്ച പലർക്കും ഇതുപോലെ തന്നെ പലയിടങ്ങളിലേക്കും പല ബോർഡുകളിലേക്കും സ്ഥാനം നൽകാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ വൈകുന്നതാണ് അമർഷത്തിനും ആക്ഷേപത്തിനും കാരണമാകുന്നതെന്നുള്ളതാണ്. എടുത്തു പറയുകയാണെങ്കിൽ സാംസ്കാരിക വകുപ്പിൽ, അതായത് ചലച്ചിത്ര അക്കാദമിക്ക് അധ്യക്ഷനില്ല, അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിക്ക് അധ്യക്ഷനില്ല, അതുപോലെ തന്നെയാണ് KSRTC, അതുപോലെ KTDC, ഇതുപോലെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം തന്നെ ഈ അധ്യക്ഷന്മാരില്ലാത്തതിനാൽ തന്നെ, പുതിയ ഭരണസമിതിയെ കണ്ടെത്താത്തതിനാൽ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് നിലവിൽ നടന്നു പോകുന്നത്. അതിനാൽ തന്നെയാണ് ഇത് കണ്ടെത്തണം, എത്രയും വേഗം നിയമിക്കണം എന്നുള്ള ആവശ്യം നിരന്തരം ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊരു ഏകോപനമില്ലായ്മയാണ്. ഒരു UDF യോഗം പോലും ചേരാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘടകകക്ഷികളുമായും കോൺഗ്രസ്, അതായത് UDF ഒരു ധാരണയിലേക്ക് എത്തേണ്ടതുണ്ട്. ഒരു വീതം വയ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ. ആ വീതം വയ്പ് കാര്യത്തിലാണ് ഇപ്പോഴും ധാരണയിലെത്താൻ സാധിക്കാത്തത്. ആ ധാരണയില്ലായ്മ തന്നെയാണ് ആ പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ കാരണം എന്നുള്ളതാണ്. കൃത്യമായിട്ടൊരു മിക്കയിടങ്ങളിൽ പ്രവർത്തനം നടക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ഭരണ പരിഷ്കാര കമ്മീഷനൊക്കെ മുസ്ലിം ലീഗ് നോട്ടം വെച്ചിരിക്കുമ്പോൾ അത് കോൺഗ്രസിലെ മറ്റ് നേതാക്കളടക്കം വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും വാഗ്ദാനം നൽകിയതാണ്. പലപ്പോഴും തങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ചില നേതാക്കളെ പോലും അത് പരിഗണിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ അധികാരത്തിലേറി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ മന്ദിരങ്ങളിലും അതുപോലെ തന്നെ മന്ത്രിമന്ദിരങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള അപേക്ഷകളായി നിരവധി പേർ കയറി ഇറങ്ങുന്ന കാഴ്ച. അപേക്ഷകളൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ധാരണയില്ലായ്മയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അത് എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. വിനോദ്.